മാന്യ പ്രേക്ഷകർക്ക് ദൈവവിളി പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് റവറൻ ഡോക്ടർ കുര്യൻ മറ്റത്തിലച്ചനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പാലാ രൂപതയുടെ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ടറും പാലായുടെ ഇവാഞ്ചലൈസേഷൻ പ്രോഗ്രാമിൻ്റെ മുൻ സാരഥിയും പാലാ സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലുമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ അദ്ദേഹത്തിൻ്റെ ദൈവവിളിയുടെ വഴിത്താരകളെക്കുറിച്ചും പൗരോഹിത്യ ശുശ്രൂഷയുടെ ഘട്ടങ്ങളെക്കുറിച്ചും നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. നമുക്ക് ഏറെ സ്നേഹത്തോടെ അച്ഛൻ്റെ വാക്കുകൾക്കായി കാതോർക്കാം. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരാളുടെ വ്യക്തിത്വ രൂപീകരണത്തിലും അയാളുടെ ദൈവവിളിയുടെ തിരഞ്ഞെടുപ്പിലും ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് കുടുംബമാണെന്നാണ് ഞാൻ കരുതുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെ അച്ഛനാക്കി മാറ്റാൻ ഏറ്റവും സ്വാധീനം ചെലുത്തിയ അച്ഛൻ്റെ കുടുംബത്തെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ പാലാ രൂപതയിൽ പെട്ട കൊഴുവനാൽ ഇടവകയിൽ മറ്റത്തിൽ ജോൺ അന്നക്കുട്ടി ദമ്പതികളുടെ മൂത്ത മകനായിട്ടാണ് ജനിച്ചത്. എൻ്റെ അപ്പനും അമ്മയും 1999-ലും 2000-ലുമായിട്ട് മരിച്ചുപോയി. ദൈവം കഴിഞ്ഞാൽ എന്നെ ഏറ്റവും അധികം ഈ നിലയിലാക്കി തീർക്കാൻ സ്വാധീനിച്ചത്, പ്രചോദിപ്പിച്ചത് എൻ്റെ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ എന്നെ പ്രചോദിപ്പിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ ഒത്തിരി സ്നേഹപ്രകൃതിയുള്ള ആളാണ്. ആ സ്നേഹപ്രകൃതി അച്ഛനും കിട്ടിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഒത്തിരി വാത്സല്യം പ്രകടിപ്പിക്കുന്നൊരു സ്വഭാവമാണ് എൻ്റെ അപ്പനുണ്ടായിരുന്നത്. അതുകൊണ്ട് എന്നെ ഒത്തിരി താലോലിക്കുകയും എന്നെ അമ്മ വീട്ടിൽ പോയിച്ച് വരുമ്പോൾ തോളിലേറ്റി, അതുപോലെ തന്നെ കയ്യിലെടുത്ത് കൊണ്ടു നടക്കുക, 5 വയസ്സുള്ളപ്പോൾ പോലും എന്നെ തോളിലേറ്റി കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും ആ ഓർമ്മകൾ അച്ഛൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും ആ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. അമ്മ ഒത്തിരി സംസാരിക്കുന്ന ആളല്ലായിരുന്നു, പക്ഷേ അമ്മ ഒത്തിരി സ്നേഹം ഉള്ളിലുള്ള ആളാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളുമായിരുന്നു. അച്ഛൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഞങ്ങൾ 6 ആണുങ്ങളാണ്. ഒരു പെങ്ങളൂടി ഉണ്ടായിരുന്നു. പെങ്ങൾ ചെറുപ്പത്തിലെ പോളിയോ വന്ന് മരിച്ചുപോയി. ഞാൻ ഏറ്റവും മൂത്തയാളാണ്. എൻ്റെ നേരെ ഇളയാൾ കറിയാച്ചൻ, കൃഷിക്കാരനാണ്, മേവിടെ താമസിക്കുന്നു. അവൻ്റെ ഭാര്യ റോസമ്മ. മൂന്നാമത്തെ ആൾ ജോണ്, ഭാര്യ എൽസമ്മ, അവർ അമേരിക്കയിലാണ്. 4-മത്തെ ആൾ തോമസ്, ഭാര്യ റോസ്ലി, അവർ രണ്ടുപേരും ബാങ്കിൽ ഉദ്യോഗസ്ഥരാണ്. 5-മത്തെ ആൾ അപ്പച്ചൻ അല്ലെങ്കിൽ ജോസഫ്, കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ പഠിപ്പിക്കുന്നു. ഭാര്യ ലിസമ്മ, സ്കൂൾ അധ്യാപികയാണ്. ഏറ്റവും ഇളയാൾ വയനാട്ടിൽ തഹസീൽദാരാണ്, പേര് അവരാച്ചൻ, ഭാര്യ സോഫി, ഭാര്യ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. കൊഴുവനാൽ ഇടവകയിലെ മറ്റത്തിൽ കുടുംബത്തിൻ്റെ കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും കാവൽ ദൂതനായി നിൽക്കുന്നത് കുടുംബത്തിലെ മൂത്ത പുത്രനായ മറ്റത്തിലച്ചനാണ്. എല്ലാ വർഷവും വിശേഷാവസരങ്ങളിൽ കുടുംബാംഗങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടുവാനും സ്നേഹം പങ്കിടുവാനും മറ്റത്തിലച്ചൻ അവസരമൊരുക്കുന്നു. പാട്ടും കളികളും വചനവിചിന്തനങ്ങളുമായി സമയം ചെലവിടാൻ ഈ വലിയ കുടുംബത്തിന് ഇപ്പോഴും സാധിക്കുന്നു. കുടുംബാംഗങ്ങൾക്കു മാത്രമായി വാർഷിക ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്നത് മറ്റത്തിലച്ചൻ്റെ പ്രത്യേകതയാണ്. ഇത് കുടുംബത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്കും വിശ്വാസവർദ്ധനവിനും ഏറെ സഹായിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള ദൈവാനുഗ്രഹ വർഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തി സ്രോതസ്സാണ് ഞങ്ങളുടെ ഏറ്റവും മൂത്ത സഹോദരനായ അച്ഛൻ. ആത്മീയതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു
ജീവിതം നയിക്കുവാൻ വേണ്ട ഒരു പ്രേരക ശക്തിയായിട്ട് അച്ഛൻ എപ്പോഴും വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ നേരത്തെ തന്നെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ ആത്മീയ ചൈതന്യം ഞങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവരെ വളർത്തുവാനായിട്ട് ശ്രമിച്ചു പോന്നിട്ടുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ചെറുപ്പം പോലെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരും എന്നും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ മാതാവിൻ്റെ വലിയ ഭക്തിയായിരുന്നു. അപ്പം അങ്ങനെയൊരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളെല്ലാവരും വളർന്നു വന്നത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഒരു വലിയ ഇൻസ്പിറേഷനായിരുന്നു, ഒരു മാതൃകയായിരുന്നു. പിന്നെ എല്ലാ വർഷവും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ധ്യാനം സംഘടിപ്പിക്കാറുണ്ട്. 15 വർഷമായിട്ട് ഇത് നടന്നു പോകുന്നതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളെയും സ്വന്തക്കാരെയും ബന്ധുക്കാരെയൊക്കെ ഇതിൽ പങ്കെടുപ്പിക്കാനുള്ള അവസരമുണ്ട്. ഈ ധ്യാനം പാലായിലോ സമീപപ്രദേശങ്ങളിലുള്ള ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് നടത്തുന്നത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ചാച്ചൻ്റെയും അമ്മയുടെയും മരണശേഷം പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ശരിയായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അതുകൂടാതെ ഒരു നല്ല ഉത്തമ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് അച്ഛൻ്റെ ഞങ്ങളോടുള്ള സംസാരത്തിൽ എപ്പോഴും പറയാറുണ്ട്. പാവങ്ങളെ സഹായിക്കുന്നതിൻ്റെ ആവശ്യകത, ശരിയായ കൗദാശിക ജീവിതം നടത്തുന്നതിൻ്റെ ആവശ്യകത, ഇതെല്ലാം അച്ഛന് ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. അച്ഛനെല്ലാ സഹോദരന്മാരുടെയും കുടുംബങ്ങളിൽ കൂടെ പോവുകയും ഞങ്ങൾ കൂടെ ക്ഷണിക്കാറുണ്ട്. അല്ലെങ്കിൽ തന്നെ അതറിഞ്ഞ് അച്ഛന് വരികയും ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഒരു പ്രത്യേക താല്പര്യപ്രകാരമാണ് ഞങ്ങൾ ക്രിസ്മസിനും ഈസ്റ്ററിനും എല്ലാ സഹോദരന്മാരും കുടുംബാംഗങ്ങളും ഒത്തൊരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അച്ഛൻ്റെ ഒരു ബൈബിൾ ക്വിസ് ഉണ്ടായിരിക്കും, ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. പിന്നെ കുട്ടികളുടെ ഗെയിംസ്, മറ്റ് ചില മത്സരങ്ങളൊക്കെ നടത്തി ആണ് ഞങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. അച്ഛനെ സ്വാധീനിച്ച രണ്ടാമത്തെ കുടുംബം ഇടവകയാണല്ലോ. ഇടവക നമ്മുടെ കുടുംബമാണല്ലോ. ഇടവകയിൽ വലിയൊരു സ്വാധീനം അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവവിളി തിരഞ്ഞെടുക്കുന്നതിലുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പാലാ രൂപതയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ള രൂപത. അതിൽ ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ള സ്ഥലം കൊഴുവനാൽ ഇടവകയാണ്. നാളിതുവരെ 120 അച്ഛന്മാർ ഉണ്ടായിട്ടുണ്ട്. അതിൽ 50 പേരോളം മരിച്ചുപോയി. ഇപ്പോൾ 75 അച്ഛന്മാർ ജീവിച്ചിരിപ്പുണ്ട്. ഇത്രയും വൈദികരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ധാരാളം ഷമ്മാശന്മാർ, സെമിനാരിക്കാർ പള്ളിയിൽ വരുന്നതും പോകുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നെ സൺഡേ സ്കൂളിൽ പല ഷമ്മാശന്മാരും പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സ്വാധീനിച്ച ചില സെമിനാരിക്കാരുണ്ട്. എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന ഒരു ജെയിംസ് കൈപ്പമ്പ്ലാക്കലച്ചൻ എന്നെ വ്യക്തിപരമായിട്ട് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊഴുവനാൽ ഇത്രയും ദൈവവിളികൾ ഉണ്ടാകാനുള്ള ഒരു കാരണം പൊതുവിൽ പറയപ്പെടുന്നത് കൊഴുവനാൽ ഇടവകയുടെ മധ്യസ്ഥൻ വിശുദ്ധ ജോൺ നെപ്പുംസ്യാൻസാണ്. അദ്ദേഹം കുമ്പസാര രഹസ്യം ഭദ്രമായിട്ട് സൂക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് രക്തസാക്ഷിത്വം മരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി കൊഴുവനാൽ ഇടവക ഒത്തിരി അനുഗ്രഹിക്കുന്നു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, കൊഴുവനാൽ ഇടവക്കാർ ഒത്തിരി മാതൃഭക്തിയുള്ളവരാണ്. കൊഴുവനാൽ ടൗണിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന കപ്പേള മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഞാൻ ഓർക്കുകയാണ്, അവിടെ മാതാവിൻ്റെ വളരെ സൗന്ദര്യമുള്ള ഒരു രൂപമുണ്ട് ആ കപ്പേളയിൽ. ഞാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകർ ആ കപ്പേളയിൽ ഞങ്ങളെ കൊണ്ടുപോവുകയും അവിടെ കൊന്തയിൽ പ്രാർത്ഥിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ സുന്ദരമായ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു വലിയ സ്വാധീനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൊഴുവനാൽ ഇടവകയുടെ മാതൃഭക്തിയും കാരണമായിട്ടുണ്ട്. അപ്പം ലോകത്തിലെ ഏറ്റവും ദൈവവിളിയുള്ള ഇടവകയിലെ ഒരു വൈദികനാകാൻ സാധിച്ചതിൽ അച്ഛൻ ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ സെൻറ്റ് ജോൺ നെപ്പുംസ്യാൻസിനോടുള്ള ആ ഒരു ഭക്തിയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും അച്ഛൻ്റെ ദൈവവിളിയിൽ സ്വാധീനിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. സമർപ്പിത ദൈവവിളികളാൽ
ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ രൂപതയാണ് പാലാ രൂപത. പാലാ രൂപതയിൽ കൊഴുവനാൽ ഇടവകയാണ് ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത്. 120 വൈദികർ ഈ ഇടവകയിൽ നിന്നും ദൈവവേലയ്ക്കായി കടന്നു വന്നിട്ടുണ്ട് എന്നത് അത്ഭുതാവഹമായ കാര്യമാണ്. കൂടാതെ 350-ലധികം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈ ഇടവകയിൽ നിന്നും ദൈവവേലയ്ക്കായി കടന്നു വന്നിട്ടുണ്ട്. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ നെപുംസ്യാന്റെ മാധ്യസ്ഥവും വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവുമാണ് ഇത്രയേറെ സമർപ്പിത ദൈവവിളികൾ ഉണ്ടാകാൻ കാരണമെന്ന് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു. ഇടവകയുടെ ആത്മീയ ചൈതന്യം, കുടുംബങ്ങളുടെ ആധ്യാത്മികത, ഈടുറ്റ ആധ്യാത്മികത, ഇത് രണ്ടിൻ്റെയും ഫലമാണ് ദൈവവിളികൾ. ദൈവവിളിയിൽ ഇന്ന് ലോകത്ത് ഒന്നാമത് നിൽക്കുന്ന ഇടവകയാണ് കൊഴുവനാൽ ഇടവകയെന്ന് പറയാം. ജീവിച്ചിരിക്കുന്ന 74 വൈദികര് ഈ ഇടവകയ്ക്കുണ്ട്. സിസ്റ്റർമാർ, സന്യാസിനികളുണ്ട് ലോകമെമ്പാടും പ്രവർത്തിക്കും. കൊഴുവനാൽ ഇടവകയുടെ വൈദികർ എല്ലാവരും വളരെ ശ്രദ്ധേയമായ ശുശ്രൂഷകൾ സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുപിടി ആളുകളുണ്ട്. കൊഴുവനാൽ ഇടവക വൈദികരുടെ ഒരു കൂട്ടായ്മയുണ്ട്, കൊഴുവനാൽ പ്രീസ്റ്റ് ഫ്രറ്റേണിറ്റി എന്ന് പറയും. അവരെല്ലാ വർഷവും മെയിൽ ഒന്നിച്ചു ചേരുന്നുണ്ട്. ആ വലിയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ് പാലാ രൂപതയിലെ ഇന്ന് ആത്മീയ ശുശ്രൂഷ രംഗത്ത് നേതൃത്വ നിരയിലുള്ള ബഹുമാനപ്പെട്ട റവറൻ ഡോക്ടർ കുര്യൻ മറ്റത്തിലച്ചൻ, സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽ. ഈ ഇടവകാംഗമായ അദ്ദേഹമാണ് ഇവിടുത്തെ പ്രീസ്റ്റ് ഫ്രറ്റേണിറ്റി കൊഴുവനാൽ വൈദിക സാഹോദര്യ കൂട്ടായ്മയുടെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അവരെല്ലാ വർഷവും ഒരു പ്രാവശ്യം ഒന്ന് ചേരും. അവരിവിടെ ഒന്ന് ചേരുമ്പോൾ ഈ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരത് കാണുകയും അതേക്കുറിച്ച് അതേക്കുറിച്ചുള്ള തങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും അതുപോലെ എല്ലാവിധ പ്രോത്സാഹനങ്ങൾ എപ്പോഴാവശ്യപ്പെട്ടാലും തരികയും ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ വീട്ടിൽ പ്രത്യേകമായിട്ട് ഇതുപോലെ സ്വാധീനം ഈ ദൈവവിളി തിരഞ്ഞെടുക്കുന്നതിൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നോ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒന്നാമതായിട്ട് എൻ്റെ ഇച്ചാച്ചൻ വൈദികരോട് ഒത്തിരി ആദരവും സ്നേഹവും പുലർത്തിയിരുന്ന ആളാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് സുറിയാനിയിലായിരുന്നു കുർബാന. അപ്പം സുറിയാനി പാട്ടുറുവാന എൻ്റെ ഇച്ചാച്ചൻ നന്നായിട്ട് കാണാതെ പഠിച്ച് വീട്ടിലൊരു ഊഞ്ഞാക്കെട്ടിലുണ്ടായിരുന്നു. ആ കട്ടിലിൽ കിടന്നുകൊണ്ട് ചാച്ചൻ വിശ്രമിക്കുന്ന സമയങ്ങളിലെല്ലാം ഇത് പാടുമായിരുന്നു. അപ്പം ഞാൻ ചെറുപ്പം മുതലേ ഈ സുറിയാനി പാട്ടുറുവാന കേട്ടാണ് വളർന്നു വന്നത്. അതുപോലെ തന്നെ വൈദികരെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കുകയും അച്ഛന്മാരെ പലരെയും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. രൂപതയിലുള്ള മിക്കവാറും അച്ഛന്മാരെക്കുറിച്ച് ഇച്ചാച്ചൻ അറിയാമായിരുന്നു. വീട്ടിൽ പലപ്പോഴും സംസാര വിഷയമാകാറുണ്ട്. അങ്ങനെ വൈദികരോടുള്ളൊരു ആഭിമുഖ്യം ഇച്ചാച്ചനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ അമ്മ മാതാവിനെക്കുറിച്ച് ഒരു ദർശനം ഉണ്ടായതിനെക്കുറിച്ച് കൂടെ പറയാറുണ്ടായിരുന്നു. അതെന്താണ് വെച്ചാൽ, അമ്മയ്ക്ക് 8 വയസ്സുണ്ടായിരുന്നപ്പോൾ അമ്മ വീട്ടിൽ വെച്ച് അമ്മ ഇങ്ങനെ കളിച്ച് നടന്നിരുന്ന അവസരത്തിൽ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടത്തിൽ അമ്മ 10-25 അടി താഴ്ചയുള്ള വെള്ളത്തിൽ പോകാനിടയായി. അപ്പോൾ അമ്മ പിന്നീട് പറഞ്ഞത്, സുന്ദരിയായ ഒരു സ്ത്രീ വന്ന് അമ്മയെ ഇങ്ങനെ കൈക്ക് പിടിച്ച്
കയറ്റിവിട്ടു. അമ്മയുടെ അപ്പന് ആഴത്തിൽ മുങ്ങി നോക്കിയപ്പോൾ ഒത്തിരി താഴ്ചയുള്ള സ്ഥലമാണ്. അവിടെ മറ്റാരും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ അപ്പൻ തന്നെ പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും കന്യാമറിയമാണ്, മാതാവാണ് രക്ഷിച്ചത്. അപ്പോൾ അന്ന് മുതൽ അമ്മയ്ക്ക് മാതാവിനോടുള്ളൊരു പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു. ഞങ്ങളോട് ഈ സംഭവം, അമ്മയ്ക്കുണ്ടായ ഈ ദർശനത്തിൻ്റെ കാര്യം കൂടെ പറയാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്നെ ദൈവവിളിക്ക് സ്വാധീനിച്ച മറ്റൊരു ഘടകം എൻ്റെ വല്യമ്മയാണ്. വല്യമ്മ കൂടെ പറയുമായിരുന്നു, എൻ്റെ മകൻ്റെ മക്കളിൽ ആരെങ്കിലും ഒരാൾ നല്ല വഴിക്ക് പോയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അമ്മ ഉദ്ദേശിക്കുന്നത് പൗരോഹിത്യ ദൈവവിളിയാണ്. അതിനുവേണ്ടി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ ഈ സ്വപ്നം ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുമായിരുന്നു. ഈ 3 ഘടകങ്ങൾ എന്നെ കുടുംബത്തിൽ നിന്ന് ദൈവവിളി സ്വീകരിക്കാനായിട്ട് പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ദൈവവിളി തിരഞ്ഞെടുക്കുന്നതിൽ അച്ഛൻ്റെ മാതാപിതാക്കളുടെ മാതൃക വളരെ പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കുന്നു. അച്ഛൻ്റെ പിതാവ് വിശുദ്ധ കുർബാനയോട് കാണിച്ച ഭക്തി, അതിലെ ഗാനങ്ങൾ, സുറിയാനി കുർബാനയുടെ ഗാനങ്ങൾ വീട്ടിലിരുന്ന് ആസ്വദിച്ച് ഭക്തിപൂർവ്വം പാടിയത് അച്ഛൻ്റെ പിഞ്ചു മനസ്സിൽ ഏറെ പതിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ അമ്മയുടെ മരിയ ഭക്തി, അതുപോലെ തന്നെ വല്യമ്മച്ചി നൽകിയ നല്ല ഒരു ആഗ്രഹവും നിർദ്ദേശവും, ദൈവവിളി വളരെ ശ്രേഷ്ഠമാണെന്നൊരു പൗരോഹിത്യത്തിൻ്റെ ദൈവവിളി വളരെ ശ്രേഷ്ഠമാണെന്ന് നൽകിയ ആ കൊച്ചു മനസ്സിൽ നൽകിയ ആ സന്ദേശവും, അതിനെല്ലാം ഉപരിയായിട്ട് അച്ഛന് ഇടവകയിൽ നിന്നും ഒക്കെ ലഭിച്ചിട്ടുള്ള ആ പ്രോത്സാഹനങ്ങളെല്ലാം അച്ഛൻ്റെ ദൈവവിളി തിരഞ്ഞെടുക്കുന്നതിൽ അച്ഛനെ സഹായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാലും നമ്മളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, നമ്മളുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നതിൽ ഒക്കെ ഏറെ സ്വാധീനം ചെലുത്തുന്നവരാണ് അധ്യാപകരും വിദ്യാലയവും. അച്ഛൻ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് അച്ഛൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം CMI സ്കൂളിലായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. ആ സ്കൂളിൽ നിന്നും ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളും അച്ഛനുണ്ടായിട്ടുണ്ടോ? ഞാൻ LP സ്കൂളിൽ പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിലാണ്. അത് കഴിഞ്ഞ് UP സ്കൂളിൽ വന്നപ്പോഴാണ് ക്രൈസ്തവരായ അധ്യാപകരും സിസ്റ്റേഴ്സും ഒക്കെ എന്നെ പഠിപ്പിച്ചത്. ഇന്ന് കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഏറ്റവും നല്ല അധ്യാപകനെന്ന് ആരെന്ന് ചോദിച്ചാൽ മിക്കവാറും കുട്ടികൾ പറയുന്നത് ഗൂഗിളാണ് ഏറ്റവും നല്ല അധ്യാപകനെന്ന്. കാരണം അവർക്ക് എല്ലാ വിധത്തിലുള്ള ഇൻഫർമേഷനും ഗൂഗിളിൽ നിന്ന് കിട്ടുകയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പറയുന്ന ആൾ കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന ആളാണ്, ഇൻസ്പയർ ചെയ്യുന്ന ആളാണ്. ആ രീതിയിൽ എന്നെ ഏറ്റവും പ്രചോദിപ്പിച്ച 2 അധ്യാപകരെ ഞാൻ ഓർക്കുകയാണ് എൻ്റെ മിഡിൽ സ്കൂൾ കാലഘട്ടത്തിൽ. ഒന്ന് ഒരു PK എമ്മാനുവൽ പൂവക്കുളം. അദ്ദേഹം ഒത്തിരി കാര്യങ്ങളിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം ക്ലാസ്സിൽ തന്നെ യാദൃച്ഛികമായിട്ട് ഒത്തിരി ആത്മീയ കാര്യങ്ങൾ പറയുമായിരുന്നു. പൗരോഹിത്യത്തെക്കുറിച്ചും മിഷൻ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ, ഉപദേശങ്ങൾ ഒക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ 3 മക്കൾ വൈദികരായി എന്നുള്ളതും സത്യമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് FCC സഭാംഗമായ സിസ്റ്റർ ഗീയമ്മ. ഗീയമ്മ എപ്പോഴും ആത്മീയ കാര്യങ്ങൾ കൂടി ക്ലാസ്സിൽ പറയുമായിരുന്നു. ഹിന്ദിയാണ് പഠിപ്പിച്ചിരുന്നെങ്കിലും ഒപ്പം പൗരോഹിത്യത്തെക്കുറിച്ചും സന്യാസ ദൈവവിളിയെക്കുറിച്ചും ഒക്കെ വളരെ ഭംഗിയായിട്ട് പറയുമായിരുന്നു. ഒത്തിരി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുമായിരുന്നു. സുഹൃതങ്ങൾ ചെല്ലുവാനായിട്ട് പ്രചോദിപ്പിക്കുമായിരുന്നു. ഈ 2 അധ്യാപകർ എന്നെ മിഡിൽ സ്കൂളിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സെൻറ് ആൻ്റണീസ് ഹൈസ്കൂൾ മുത്തോലിലാണ് പഠിച്ചത്. ഹൈസ്കൂളിൽ CMI സ്കൂളിലാണ്. അന്ന് അവിടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നത് പപ്പിയാസ് CMI അച്ഛനാണ്. അച്ഛനെ വ്യക്തിപരമായി എന്നോടൊരു വാത്സല്യവും പരിഗണനയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ അച്ഛൻ എന്നെ വ്യക്തിപരമായിട്ട് വിളിച്ച് സംസാരിക്കുകയും പൗരോഹിത്യത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ മുഖത്തൊരു സന്യാസ വൈദികനായുള്ള ലക്ഷണങ്ങളുണ്ടെന്ന് പോലും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെയോ ഞാൻ പിന്നീട് രൂപത സെമിനാരിയിൽ ചേർന്ന് രൂപത വൈദികനാകുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ അധ്യാപകർ എന്നെ ഒത്തിരിയധികം പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അച്ഛൻ്റെ ഭക്താനുഷ്ഠാനങ്ങളും സ്വഭാവശുദ്ധിയും ഒക്കെ കണ്ടിട്ടായിരിക്കും സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അച്ഛൻ അങ്ങനെ പ്രത്യേകം ഒരു പ്രചോദനം നൽകിയും പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞൊക്കെ തരികയൊക്കെ ചെയ്തെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അധ്യാപകർ ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബ അന്തരീക്ഷവും ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ളതാണോ? പഴയ കാലത്തേതുമായിട്ട് അച്ഛനൊന്ന് താരതമ്യപ്പെടുത്താൻ സാധിക്കുമോ? ഇന്നത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ഒന്നാമത്തെ, ഇന്ന് കുടുംബങ്ങളിൽ കുട്ടികൾ കുറവാണ്. 1-2 കുട്ടികളുണ്ട്. അവർ ജനിക്കുമ്പോൾ തന്നെ അവരെക്കുറിച്ചുള്ള നിയോഗങ്ങൾ മാതാപിതാക്കൾ പരസ്യമായി പ്രഖ്യാപിക്കും. ഡോക്ടറല്ലേ, എഞ്ചിനീയറല്ലേ, IAS-കാരൻ അല്ലെ IPS-കാരനാകണമെന്ന് കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൗരോഹിത്യത്തെക്കുറിച്ചും അതിൻ്റെ മഹനീയതയെക്കുറിച്ചും വീടുകളിൽ പറയാറില്ല.
തന്നെയുമല്ല നിഷേധാത്മകമായിട്ട് പലപ്പോഴും പറയുന്നുമുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൽ പലപ്പോഴും നല്ല അന്തരീക്ഷമല്ലുള്ളത്. ചുരുക്കം ചില കുടുംബങ്ങളിൽ പൗരോഹിത്യത്തെക്കുറിച്ച് പറയും, മക്കളിൽ ഒരാളെങ്കിലും വൈദികനാണോ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളും ഉണ്ട് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇന്ന് പൗരോഹിത്യത്തിലേക്കുള്ള ഒരു ആഭിമുഖ്യം കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും ചില ദുർമാതൃകൾ എന്തെങ്കിലും കാണിച്ച് അത് പെരുപ്പിച്ച് അത് വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് കുട്ടികളുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കുന്നത് കാണാറുണ്ട്. അതും ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുക. സമർപ്പിത ജീവിതം നയിക്കുന്നവരുടെ നന്മകളെക്കാൾ അധികമായിട്ട് എന്തെങ്കിലും ചെറിയ വീഴ്ചകളുണ്ടെങ്കിൽ അത് ഊന്നി പറഞ്ഞ് കുട്ടികളുടെ മനസ്സിൽ തെറ്റായൊരു സന്ദേശം കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദൈവവിളിക്ക് പ്രത്യേകിച്ച് പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കൊക്കെ പോകുന്നതിന് അനുകൂലമായൊരു സാഹചര്യം കൊടുക്കുന്നില്ല, അല്ല വലിയ പ്രോത്സാഹനം കൊടുക്കുന്നില്ല എന്നാണ് അച്ഛൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്നത്. തന്നെയുമല്ല, ഇന്ന് കുട്ടികൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം, ഇൻ്റർനെറ്റിൻ്റെ അമിതമായ ഉപയോഗം, അതുപോലെ തന്നെ TV, സിനിമ, ഇതെല്ലാം കുട്ടികളെ ഒത്തിരി ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ആത്മീയമായ ആഭിമുഖ്യം പലപ്പോഴും ലഭിക്കുന്നില്ല. ഒരു ദൈവത്തോട് അടുക്കുവാനും വിശ്വാസത്തിൽ വളരാനുമുള്ള ഒരു പരിശീലനം കുടുംബത്തിൽ തന്നെ കിട്ടുന്നില്ല അധികവും. അതാണ് ഒരു പോരായ്മ എന്നെനിക്ക് തോന്നുകയാണ്. അച്ഛൻ ഈ പൗരോഹിത്യ ശുശ്രൂഷ എന്ന ദൈവവിളി സ്വീകരിച്ചതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞങ്ങളോട് പറഞ്ഞു. അച്ഛൻ്റെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ, ഇടവകയിലെ സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനം, ഇതെല്ലാം വളരെ ഹൃദ്യമായിട്ട് അച്ഛൻ പങ്കുവച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇനി അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിച്ചറിയണമെന്നുണ്ട്. സെമിനാരിയിലും പിന്നീടുള്ള ശുശ്രൂഷകളിലുമൊക്കെ അച്ഛൻ്റെ സേവനത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. ഇന്ന് ഇത്രയും സമയം നല്ല വാക്കുകളിൽ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാല അനുഭവങ്ങൾ, ജീവിതത്തിൽ ഒരു വൈദികനാകാൻ ആഗ്രഹിച്ച നാളുകളിലെ അനുഭവങ്ങൾ ഇത്ര ഹൃദ്യമായി പങ്കുവെച്ച അച്ഛന് വളരെ നന്ദി പറയുന്നു. ഒരു അഭിഷിക്തൻ്റെ ജീവിതം, ദൈവവിളിയുടെ ചാലുകളിലൂടെ അദ്ദേഹം പിന്നിട്ട നാളുകൾ, അത് ഏതാനും എപ്പിസോഡുകളിലോ ഏതാനും വാക്കുകളിലോ ഒതുക്കാവുന്നതല്ല. അനേകം വിലയേറിയ കാര്യങ്ങൾ അച്ഛൻ നമ്മളോട് പങ്കുവച്ചു. ഇനിയും വളരെ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ അച്ഛന് നമ്മോട് പറയാനുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിനായി ഏറെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.